നമസ്കാരം. കേരള രാഷ്ട്രീയ പ്രതിസന്ധി കത്തി നിൽക്കുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രന്റെ വിഷമം നിങ്ങൾ കാണാത്തത് എന്തുകൊണ്ടാണ്? KB ഗണേഷ് കുമാർ വകുപ്പ് സംരക്ഷിക്കുന്ന തിരക്കിൽ ഈ കുരുന്നിനെ മറന്നുപോയതാണോ? ഇത്രയും രാഷ്ട്രീയ പ്രതിസന്ധി കത്തിക്കയറുമ്പോൾ മുഖ്യമന്ത്രി ദുബായ് കടപ്പുറത്ത് കാറ്റുകൊള്ളാൻ പോയതിന്റെ കാരണം എന്താകും? നമസ്കാരം. ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. വിഷയത്തിലേക്ക് കടക്കാം. കേരളത്തിന്റെ രാഷ്ട്രീയ വിവാദങ്ങളുടെയും അഴിമതി ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും ഇപ്പോൾ കത്തി നിൽക്കുന്നത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണെന്ന്. ഒരു നഗരത്തിന്റെ ഭരണത്തലവനായ മേയർ, ഒരിക്കൽ LDF സർക്കാർ ആഘോഷിച്ച മേയർ, ചെറുപ്രായത്തിലെ സഖാക്കന്മാരുടെ കണ്ണിലുള്ളിയും കേരളത്തിന്റെ കൺമണിയുമായ മേയറുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ മന്ത്രിമാർ പോയിട്ട് മുഖ്യനെ പോലും സ്ഥലത്ത് കാണുന്നില്ലെന്നാണ് സാരം. ആ വിഷയം ചർച്ച ചെയ്യുന്നതിനു മുൻപ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെയും ഡ്രൈവർ യദുവിന്റെയും കേസിലെ പുരോഗതി തന്നെ ആദ്യം പരിശോധിക്കാം. ഇപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLA-ക്കുമെതിരെ ഗുരുതര ആരോപണം ഉയരുകയാണ്. മേയർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മേയറും സംഘവും കാർ കുറുകെയിട്ട് ബസ് തടഞ്ഞെന്ന് FIR-ൽ പറയുന്നു. മേയറുടെ ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവ് ബസ്സിൽ അതിക്രമിച്ചു കയറി അസഭ്യം പറഞ്ഞെന്നും ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികളുടെ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചുവെന്നും FIR-ൽ ആരോപിക്കുന്നുണ്ട്. അതായത് തെളിവ് നശിപ്പിക്കാൻ ഒരു സാധനം തന്നെ മോഷ്ടിച്ചെന്ന് സാരം. ഒരു നഗരത്തിന്റെ മേയറും ഒരു MLA-യും കൂടി കേസ് അട്ടിമറിക്കാൻ കോടതിയെയും ജനങ്ങളെയും കബളിപ്പിക്കാൻ ചെയ്തു കൂട്ടിയത് ഈ വിഷയത്തിൽ ഒരു വലിയ ചോദ്യമായി ഉയരുകയാണ്. ജനങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉയരുന്നത്. ഇനി ഇത്രയും രാഷ്ട്രീയ പ്രതിസന്ധി കത്തിക്കയറുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായ് കടപ്പുറത്ത് കാറ്റുകൊള്ളാൻ പോയതിന്റെ കാരണം എന്താകും? തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക് ചെങ്കൊടിയുടെ ചൂര് യുവത്വത്തിന്റെ തീയായി കത്തിപ്പടരട്ടെ എന്ന് ആഹ്വാനം ചെയ്ത കൈപിടിച്ചുയർത്തിയ പാർട്ടിയുടെ പൊന്നോമന പുത്രിയുടെ ഈ അവസ്ഥയിൽ ഒരു തണലായി താങ്ങായി നിൽക്കാൻ ക്യാപ്റ്റൻ ഇല്ലാതെ പോയത് എന്തുകൊണ്ട്? കേരളം ഇത്രയും രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുമ്പോൾ മുഖ്യമന്ത്രി വിമാനം കയറി സ്വകാര്യ യാത്ര നടത്തുന്നത് ഭയന്നിട്ടാണെങ്കിൽ കേരള ജനതയുടെ വിശ്വാസം മുതലെടുത്ത ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഭരണകൂടത്തിന്റെ അധർമ്മ രാഷ്ട്രീയമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വകാര്യ സന്ദർശനത്തിന് ദുബായിലേക്ക് ഇന്നലെയാണ് പുറപ്പെട്ടത്. സ്വകാര്യ സന്ദർശനമാണെന്ന് കാണിച്ച് യാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സന്ദർശനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്ന വേളയിൽ സാധാരണ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ച പത്രക്കുറിപ്പ് ഇറക്കുക പതിവാണ്. സ്വകാര്യ സന്ദർശനമായതിനാൽ മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പൊന്നും പുറത്തും വിട്ടില്ല. മകന്റെ കുടുംബത്തിനൊപ്പം ചിലവഴിക്കാനാണ് യാത്രയെന്നാണ് വിശദീകരണം. അടുത്ത ദിവസങ്ങളിൽ നിശ്ചയിച്ചിരിക്കുന്ന പൊതുപരിപാടികൾ മാറ്റിവെച്ചാണ് യാത്ര. ഓഫീസിൽ കുറച്ചു ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്ന സൂചന സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി മടങ്ങി വരുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കേസൊന്ന് ഒതുങ്ങിയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ KB ഗണേഷ് കുമാറിന്റെ വിഷയം. സിനിമയിലെ മാസ് മൊത്തത്തിൽ മന്ത്രിക്ക് രാഷ്ട്രീയത്തിൽ കാണിക്കാൻ ഒക്കുന്നുണ്ടെന്ന് പറയാം. അതായത് KB ഗണേഷ് കുമാർ വകുപ്പ് സംരക്ഷിക്കുന്ന തിരക്കിൽ പാർട്ടിയുടെ ഇളയ കുരുന്നിനെ ചേർത്ത് നിർത്താൻ മറന്നെന്ന് തന്നെ വിചാരിക്കാം. അല്ലെങ്കിൽ ഇലക്ട്രിക് ബസ് വിഷയത്തിലെ പിണക്കവുമാവാം. എങ്കിലും അവശേഷിക്കുന്ന വലിയ ചോദ്യം ഇത് തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾ ഇനി ആരെ വിശ്വസിക്കണം?